നാട്ടുകാരെ പറ്റിച്ച മറ്റൊരു സഹസ്ര കോടീശ്വരൻ കൂടി അറസ്റ്റിൽ. കേരളത്തിൽ തകർന്നത് 500 കോടിയിലേറെ ഇടപാടുകൾ നടത്തിയ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഫൈനാൻസ്. ഇതിന്റെ ഉടമ രാജുവിനെയും ഭാര്യയും 2 ആൺമക്കളെയും തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുവരുന്നതാണ് ദൃശ്യങ്ങൾ. നടത്തിയത് 500-ലേറെ കോടിയുടെ ഇടപാടുകൾ. കൊടുക്കാനുള്ള നിക്ഷേപം 200 കോടിയിലേറെ വരും എന്നാണ് അറിയുന്നത്. ഒരു കാര്യം നോക്കുക, ഇത്തരം നിക്ഷേപകർ തട്ടിപ്പുകൾ നടത്തുമ്പോൾ വീട്ടിൽ ഒന്നും അറിയാതെ ഇരിക്കുന്ന ഭാര്യ കൂടിയാണ് അഴിയെണ്ണേണ്ടി വരുന്നത്. രാജുവിനെയും ഭാര്യയും 2 ആൺമക്കളെയും തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുവരുന്ന ദൃശ്യങ്ങളിലേക്ക് ആദ്യം. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഫൈനാൻസ് സ്ഥാപനത്തിന്റെ ഉടമ NM രാജുവിന് എന്ത് സംഭവിച്ചു എന്നതാണ് ചോദ്യം. 100 കണക്കിന് കോടികൾ ഇയാളും കുടുംബവും എന്ത് ചെയ്തു? എവിടെയാണ് രാജുവിന്റെ ആയിരക്കണക്കിന് കോടികൾ പോയത്? പണം വിദേശത്ത് കടത്തി നിക്ഷേപകരെ പറ്റിച്ച് സ്വയം ജയിലിൽ പോവുകയാണോ? ഈ ചോദ്യം ഇപ്പോൾ കേരളത്തിൽ ഉയരുകയാണ്. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഫൈനാൻസ് സ്ഥാപനത്തിന്റെ ഉടമ NM രാജു തിരുവല്ലക്കാരുടെ പ്രിയനും വിശ്വസനീയനുമായിരുന്നു. തിരുവല്ലയുടെ ഹൃദയഭാഗത്ത് കെട്ടിട സമുച്ചയങ്ങൾ രാജുവിന്റെ സ്വന്തമായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം ബാങ്കുകാർ ഏറ്റെടുത്തു. മൂന്നാറിലും ഇടുക്കിയിലും രാജുവിന് 100 കണക്കിന് ഏക്കർ ഭൂമിയുടെ 500 ഏക്കർ വരെ വരും എന്നാണ് കണക്കാക്കുന്നത്. നിക്ഷേപകരുടെ പണമെല്ലാം രാജു റിയൽ എസ്റ്റേറ്റിൽ മുടക്കി. ഭൂമി വാങ്ങിച്ചു. 1 വെച്ചാൽ 10 കിട്ടുന്ന റിയൽ എസ്റ്റേറ്റുകാർ വാണ കാലത്ത് രാജു തിരുവല്ലയിലും കേരളത്തിലെയും രാജാവായിരുന്നു. അന്ന് രാജുവിനെ കാണാൻ ക്യൂ ആയിരുന്നു. കൈനിറയെ വന്ന പണം രാജു റിയൽ എസ്റ്റേറ്റിലിട്ടു. 1 കോടി നിക്ഷേപം കിട്ടിയാൽ അത് 10 കോടിയാക്കി 9 കോടിയും ലാഭമെടുക്കാൻ രാജുവിന്റെ ഹൃദയം തുടിച്ച കാലം. ഒടുവിൽ എല്ലാം ചീറ്റി. റിയൽ എസ്റ്റേറ്റ് തകർന്നു. മുടക്കിയ പണമെല്ലാം പോയി. രാവിലെ 8 മണിയോടെ രാമഞ്ചിറയിലെ വീട്ടിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയാണ്. 20ഓളം നിക്ഷേപകരുടെ മാസ് പെറ്റീഷന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. നെടുമ്പറമ്പിൽ ഫൈനാൻസിയേഴ്സിന് പത്തനംതിട്ട ജില്ലയിലുടനീളം 150ഓളം ശാഖകളുണ്ട്. തിരുവല്ലയിലെ ഹെഡ് ഓഫീസിൽ ഒരു മാസക്കാലമായി ജീവനക്കാരും എത്തുന്നില്ല. ബ്രാഞ്ചുകളും തുറക്കുന്നില്ല. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 10ഓളം കേസുകളാണ് NM രാജുവിനെതിരെ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ഉള്ളത്. തിരുവല്ല അടക്കം വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അനേകം പരാതികൾ, FIR-കൾ എല്ലാം രാജുവിന്റെ കുഴി തോണ്ടി. ഹെഡ് ഓഫീസായ തിരുവല്ല കെട്ടിടം ബാങ്കുകൾ ജപ്തി ചെയ്യാൻ തുടങ്ങി. 200 കോടിയോളം നിക്ഷേപ തട്ടിപ്പ് നടത്തിയ തിരുവല്ല കേന്ദ്രമായുള്ള നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഫൈനാൻസ് ഉടമ NM രാജുവിനെയും ഡയറക്ടർമാരായ ഭാര്യ ഗ്രേസ്, ആൺമക്കളായ അലൻ ജോർജ്, ആൻസൺ ജോർജ് എന്നിവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതോടെ ആ കുടുംബമാകെയാണ് ഇപ്പോൾ ജയിലിലേക്ക് നീങ്ങുന്നത്. 4 പേരുടെയും പാസ്പോർട്ട് നേരത്തെ കോടതി മുൻപാകെ സറണ്ടർ ചെയ്തിരുന്നു. തിരുവല്ല പോലീസ് സബ് ഡിവിഷന്റെ കീഴിൽ 16ഓളം പരാതികളാണ് NM രാജുവിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനിടെ തിരുവല്ലയിലെ സ്ഥലം വിറ്റ് നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകാനുള്ള നടപടികൾ ഏതാണ്ട് പൂർത്തിയായപ്പോഴാണ് പോലീസിന്റെ അറസ്റ്റ് എന്നാണ് രാജുവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകിയ വിവരം. ന്യൂസ് ഡെസ്ക് കർമാനസ്.